നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയുടെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള വീഡിയോ ആണ്. കണ്ടിന്യൂവേഷൻ എന്ന് പറയുമ്പോൾ അല്ലാതെ അത് കാണാതെ വന്നവർക്കും കാണാവുന്ന വീഡിയോ തന്നെയാണ്. കണ്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടാൽ മതിയാവും. ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് യൂസിങ് ട്രെൻഡ് ലൈൻ ആൻഡ് റെങ്കോ ചാർട്ട്. അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്ത സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനെ കുറിച്ചിട്ടായിരുന്നു. അതിൻ്റെ മുമ്പുള്ള വീഡിയോ റെങ്കോ ചാർട്ടിനെ പറ്റിയിട്ടായിരുന്നു. അപ്പോൾ റെങ്കോ ചാർട്ടിനെയും പറ്റിയിട്ടും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനെ കുറിച്ചും ഉള്ള വീഡിയോ കാണാത്തവർക്ക് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ കമൻറ്റിൽ ഇട്ടേക്കാം. അത് ഈ വീഡിയോ കണ്ടതിന് ശേഷം ആ വീഡിയോ ഓരോന്നായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ബിഗിനേഴ്സിന് വളരെയധികം ഗുണം ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ കമൻറ്റിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്കും കൊടുത്തേക്കാം. ആവശ്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. നമ്മൾ ഡെയിലി മാർക്കറ്റ് അപ്ഡേറ്റ്സും മറ്റു കാര്യങ്ങളൊക്കെ അതിനകത്ത് ചർച്ച ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് ഒരു റെങ്കോ ചാർട്ട് എന്താണ് എന്ന് മനസ്സിലാക്കാം, ഒന്ന് കാണാം. ഇതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് തന്നെയാണ്. ഇതാണ് ഒരു റെങ്കോ ചാർട്ട്. ഇത് റെങ്കോ ചാർട്ടാണ്, ഇതും റെങ്കോ ചാർട്ടാണ്, ഇതും റെങ്കോ ചാർട്ടാണ്. ഇത് നമുക്കറിയാം നമ്മുടെ ലൈൻ ചാർട്ടാണ്. ഈ ലൈൻ ചാർട്ടിൻ്റെ സെയിം ചാർട്ട് തന്നെയാണ് ഈ ഒരു 3 റെങ്കോ ചാർട്ടായിട്ട് കൊടുത്തിരിക്കുന്നത്. പല സൂം ലെവലിൽ വച്ചിട്ടുണ്ട് എന്നേ ഉള്ളൂ. ഇതിൻ്റെ ഡയറക്റ്റ് സൂം ലെവലാണ്. നമുക്ക് കണ്ടാൽ അറിയാം, റെങ്കോ ചാർട്ടിൻ്റെയും ആ ലൈൻ ചാർട്ടിൻ്റെയും ഡിഫറൻസ് കണ്ടാൽ അറിയാം. അത് എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. രണ്ടാമത്തെ കാര്യം പറയാനുള്ളത് എന്താണ് ട്രെൻഡ് ലൈൻ എന്നുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതൊരു ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടാണ്. ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് നമുക്ക് കണ്ടാൽ അറിയാം ഒരുപാട് നോയ്സ് ഉണ്ട്. ഈ മുകളിലും താഴെയായിട്ട് ഒരുമാതിരി ഒരു സിക്സാഗ് മോഷനിൽ നമുക്ക് പെട്ടെന്ന് കണ്ടാൽ ഇത് മുകളിലേക്കാണോ താഴേക്ക് ആണോ പോകുന്നതെന്ന് വളരെ പെട്ടെന്ന് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ആ ഒരു സിക്സാഗ് മൂവ്മെൻറ്റിനെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്ത് നമുക്കൊന്ന് ഒരു സ്ട്രെയിറ്റ് മൂവ്മെൻറ്റ് കിട്ടാൻ, കുറച്ചുകൂടെ കാര്യങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഫ്ലക്ച്വേഷൻ, അതായത് ആ ഒരു നോയ്സിനെ നമ്മൾ ക്യാൻസൽ ചെയ്തിട്ട് അതിൽ നിന്ന് വാലിഡായിട്ടുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് പോയിൻറ്റ്സുകൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ട്രെൻഡ് ലൈനുകൾ ഉപയോഗിക്കുന്നത്. ഇവിടെ തന്നെ കണ്ടാൽ അറിയാം, ഈ ലൈൻ നമ്മൾ വരച്ചിരിക്കുന്ന ഈ ലൈൻ ഒരു ട്രെൻഡ് ലൈനാണ്. നമുക്കറിയാം ഓവറാൾ ഇതിങ്ങനെ സിക്സാഗ് മോഷനിലാണെന്നുണ്ടെങ്കിലും ഇത് ഡൗൺ തന്നെയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഈ ഒരു ചാർട്ട്. അപ്പോൾ ആ ഒരു ഡൗൺ ആയിരിക്കുന്ന ബോട്ടം പോർഷൻസ് എല്ലാം കൂടി കണക്ട് ചെയ്തിട്ട് വരച്ചിരിക്കുന്ന ഒരു ചാർട്ടാണ്. ഇതുപോലെ നമുക്ക് ഇത് മുകളിലും ഇതുപോലെ ഒരെണ്ണം കണക്ട് ചെയ്ത് ഇതുപോലെ വരയ്ക്കാവുന്നതാണ്. ഈ ഒരു 2 പോയിന്റുകൾ ചേർത്തിട്ട് അത് വേണമെങ്കിൽ ഞാൻ ഇതെല്ലാം മാറ്റിയിട്ട് മുകളിൽ വരച്ച് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ട്രെൻഡ് ലൈൻ വരച്ചിട്ട് ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ ഈ ഒരു 3 പോയിന്റിന് ഏകദേശം യോജിപ്പിച്ചുകൊണ്ട് വരച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ട്രെൻഡ് ലൈൻ ആവും. അതായത് ഈ ഒരു ട്രെൻഡ് ലൈൻ താഴേക്ക് പോകുമ്പോഴത്തേക്കുള്ള മൂവ്മെൻറ്റ് നമുക്ക് മനസ്സിലാക്കാനും ഈ ഒരു ട്രെൻഡ് ലൈൻ നമുക്ക് മുകളിലേക്ക് പോകുമ്പോഴുള്ള ട്രെൻഡ് ലൈനെ മനസ്സിലാക്കാനും സഹായിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കറക്റ്റ് ഒരു പ്രോപ്പർ ട്രെൻഡ് ലൈനിൻ്റെ ഒരു ഇതാണ്. ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരു പിരമിഡ് ഷേപ്പ് പോലെയാണ്. ആദ്യം ഇങ്ങനെ വന്നിട്ട് താഴേക്ക് പോകുന്ന ഒരു ട്രെൻഡാണ് കാണിച്ചിരിക്കുന്നത്. ഇതൊരു റെങ്കോ ചാർട്ടാണ്. അപ്പോൾ ഈ ചാർട്ടിൽ നിന്ന് നമുക്ക് ട്രെൻഡ് ലൈൻ വെച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത് ആദ്യം നോക്കാം. ആദ്യം തന്നെ ഇവിടെ നമുക്ക് ഒരു ബ്രേക്ക് ഔട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ ബ്രേക്ക് ഔട്ട് എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ ഈ ഒരു കാര്യം നേരത്തെ ട്രെൻഡ് ലൈൻ പറഞ്ഞ പോലെ തന്നെ ഒരു ലൈൻ, ഈ ഒരു ട്രെൻഡ് ലൈൻ നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ട്രെൻഡ് ലൈനിൻ്റെ താഴെയാണ് പ്രൈസ് മുകളിലേക്ക് പോയിക്കൊണ്ടിരുന്ന സ്റ്റോക്ക് പ്രൈസ് പെട്ടെന്ന് ഒരു പരിധിയിൽ കൂടുതൽ താഴ്ന്നു. അതായത് ട്രെൻഡ് ലൈനിനുള്ളിൽ തന്നെയാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ചെറിയ താഴ്ച മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു പരിധി കൂടുതൽ താഴുമ്പോഴത്തേക്കും ആ ഒരു ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്ത് ഈ ഒരു ലെവലിൽ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോകുന്നതാണ്. അവിടെ നിന്നൊരു ഡൗൺ ട്രെൻഡ് ആരംഭിക്കാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു ലൈൻ നമുക്ക് മനസ്സിലാക്കാനും ആ ഒരു ട്രെൻഡ് ലൈൻ നമ്മൾ വരച്ചത് കൊണ്ടാണ് നമുക്ക് ആ ഒരു ബ്രേക്ക് ചെയ്തത് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ ആ ഒരു പർപ്പസാണ് ഫസ്റ്റ് നമുക്ക് ഒന്ന് ബ്രേക്ക് ഔട്ടുകൾ മനസ്സിലാക്കാൻ. അതായത് സ്റ്റോക്ക് ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ, ഒരു പർട്ടിക്കുലർ മൊമെൻറ്റത്തിൽ, ഒരു പർട്ടിക്കുലർ ആംഗിളിൽ മുകളിലേക്കോ താഴേക്കോ പോവുകയാണെന്നുണ്ടെങ്കിൽ അതെപ്പോൾ റിവേഴ്സ് ചെയ്യും. നമുക്കറിയാം എപ്പോഴും സ്റ്റോക്ക് പ്രൈസ് മുകളിലേക്കും താഴേക്കും ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിൽ ഫ്ലക്ച്വേഷൻ ഏതാണ്, റിവേഴ്സൽ ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പെട്ടെന്ന് കഴിയില്ല. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ടൂളായിട്ടാണ് നമ്മളിവിടെ ട്രെൻഡ് ലൈൻ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ട്. കുറച്ചുകൂടെ താഴേക്ക് വരുമ്പോഴത്തേക്കും അത് കൺഫർമേഷൻ
ആയിട്ടൊരു ക്യാൻഡിൽ അവിടെ ഫോം ആവും. അതായത് ഒരു രണ്ടോ മൂന്നോ ഓരോരുത്തരുടെയും പേഴ്സണൽ യൂസ് ആയിരിക്കും 2-3 ക്യാൻഡിൽ നമുക്ക് അവിടെ ഫോം ആയി കഴിഞ്ഞാൽ അതൊരു കൺഫർമേഷൻ ആവും. വേണമെങ്കിൽ നമുക്ക് വോള്യൂം കൂടി നോക്കാവുന്നതാണ്. കുറച്ചുകൂടെ ഹയർ വോള്യൂം കൂടി ആ ഒരു ബ്രേക്ക് ഔട്ടിന് വന്നു കഴിഞ്ഞാൽ നമുക്കത് കുറച്ചുകൂടി കൺഫേം ചെയ്ത് അത് തീരുമാനിക്കാവുന്നതാണ് അതൊരു വാലിഡ് ആയിട്ടുള്ള ബ്രേക്ക് ഔട്ട് തന്നെയാണെന്നുള്ളത്. അപ്പോൾ അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് ഇൻട്രാഡേ ട്രേഡാണെന്ന് വിചാരിക്കുക. നമ്മൾ ഇവിടെ വെച്ച് ഡൗൺ ആവുന്ന ബ്രേക്ക് ഔട്ട് വന്ന് താഴേക്ക് ബ്രേക്ക് ഔട്ട് വന്നതുകൊണ്ട് നമ്മൾ ഇവിടെ വെച്ച് സെൽ ചെയ്തു എന്ന് വിചാരിക്കുക. ഇപ്പോൾ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വെച്ച് സെല്ല് ചെയ്തു. അപ്പോൾ അടുത്ത് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ടാർഗറ്റ് പ്രൈസ് വേണം. അടുത്ത് നമുക്ക് അഥവാ നമ്മൾ തെറ്റാണെന്നുണ്ടെങ്കിൽ എക്സിറ്റ് ചെയ്യാനുള്ള ഒരു സ്റ്റോപ്പ് ലോസ് പ്രൈസ് വേണം. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ഈ ബ്രേക്ക് ഔട്ടിൽ ഒരു സ്റ്റോപ്പ് ലോസ് വയ്ക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഇവിടെ ഒരു സപ്പോർട്ട്, ഈ ഒരു സ്റ്റോപ്പ് ലോസ്, നമ്മൾ ഈ കാണുന്ന ഈ ഒരു സ്റ്റോപ്പ് ലോസ് ഇതിന് തൊട്ട് മുകളിലായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കാൻ പറ്റും. കാരണം അവിടെ ഒരു പ്രൈസിൻ്റെ ഒരു റെസിസ്റ്റൻസ് കാണുന്നുണ്ട്. ആ റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിച്ചെന്നൊക്കെ ഉള്ളത് ഞാൻ റെസിസ്റ്റൻസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാം. ഫസ്റ്റ് ട്രേഡ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നീട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വരകളെല്ലാം മാറ്റാം. പിന്നീട് നമുക്ക് ഈ കണ്ടതുപോലെ തന്നെ സ്റ്റോക്ക് ഡൗൺ ആയിട്ട് താഴേക്ക് വരുന്നു. ആ ഒരു സമയത്തും ഈ സ്റ്റോക്ക് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഡൗൺ ആയാലും ഇങ്ങനെ ഡൗൺ ആയി ഫ്ലക്ച്വേറ്റ് ചെയ്ത് തന്നെയാണ് താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സമയത്ത് നമുക്ക് ഇതുപോലെ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കാനായിട്ട് പറ്റും. ഈ രണ്ട് കാണിച്ചിരിക്കുന്ന പോലെ ട്രെൻഡ് ലൈൻ വരയ്ക്കാനായിട്ട് പറ്റും. ഈ ട്രെൻഡ് ലൈൻ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് പ്രോഫിറ്റ് മാക്സിമം റൈഡ് ചെയ്യണം. അതായത് മാക്സിമം നമുക്ക് പ്രോഫിറ്റ് എടുക്കണം. അതിന് ഏറ്റവും താഴെ വെച്ച് നമുക്ക് എത്ര പോസിബിളായിട്ട് തിരിച്ച് ബാക്ക് ചെയ്യാൻ പറ്റുമോ അത്രയും നമുക്ക് പ്രോഫിറ്റ് കൂടുതൽ കിട്ടും. ആ ഒരു പ്രോഫിറ്റ് നമ്മൾ മാക്സിമം ചെയ്യാൻ വേണം. നമ്മുടെ റിസ്ക് മാക്സിമം ആയിട്ട് കുറയ്ക്കുകയും വേണം. റിസ്ക് ഇപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇരിക്കുന്നത് ഈ ടോപ്പ് ലെവലിലാണ്. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇവിടെ വരെ നമ്മൾ ഇവിടെ വരെ പ്രൈസ് ഇപ്പോൾ എത്തിയെന്ന് വിചാരിക്കുക. ആ സമയത്ത് നമുക്ക് 2 ഹൈ പോയിന്റുകൾ അപ്പോഴും കിട്ടും. ഈ ഒരു 2 ഹൈ പോയിന്റുകൾ നമുക്ക് ആ സമയത്ത് കിട്ടും. ആ 2 ഹൈ പോയിന്റുകൾ വെച്ചിട്ട് നമ്മൾ ഒരു ട്രെൻഡ് ലൈൻ ഇങ്ങനെ വരച്ചിരിക്കുന്നതാണ് ഈ മഞ്ഞ ലൈൻ നമ്മൾ കാണുന്നത്. ആ ഒരു മഞ്ഞ ലൈൻ താഴെ വരെ വരുമ്പോഴത്തേക്കും, ആ ഒരു ആംഗിളിൽ താഴെ വരെ വരുമ്പോഴത്തേക്കും ആ ഒരു ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സെയിം ആംഗിളിലായിരിക്കും സ്റ്റോക്കിൻ്റെ പ്രൈസ് താഴേക്ക് വരുന്നത്. ആ ഒരു ആംഗിൾ ഇന്ന് എപ്പോൾ മാറി കിടക്കുന്നു അപ്പോൾ ഈ യെല്ലോ ലൈനിന് മുകളിൽ പ്രൈസ് എത്തിയിരിക്കും. അപ്പോൾ ആ സമയത്താണ് നമ്മൾ എക്സിറ്റ് ചെയ്യേണ്ടത്, നമുക്ക് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് താഴെ ഒരു ലൈൻ വരയ്ക്കാൻ പറ്റും. ഈ ഒരു കേസിൽ താഴത്തെ ലൈൻ വളരെ ഇമ്പോർട്ടൻ്റ് അല്ല, കാരണം മുകളിലത്തെ ലൈനാണ് വളരെ ഇമ്പോർട്ടൻ്റ്. അതാണ് നമ്മൾ എക്സിറ്റിനുള്ള ലൈനായിട്ടുള്ളത്. താഴത്തെ ലൈൻ നമുക്ക് ഗുണകരമാകുന്നത് എപ്പോഴെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓവർസോൾഡ് സ്റ്റോക്ക് പോകുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് അറിയാൻ പറ്റും. കാരണം ഈ ഒരു ലൈനാണ് നമ്മൾ നോർമൽ മൂവ്മെൻറ്റ് ലൈൻ. അതിന് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഓവർസോൾഡ് ലെവലായി എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാവുന്നതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് വോള്യൂം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആ സമയത്ത് എക്സിറ്റ് ചെയ്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് പോകാനാണ്. കാരണം തിരിച്ച് ആ ഒരു ഓവർസോൾഡ് കണ്ടീഷൻ മാറി തിരിച്ച് പ്രൈസ് മുകളിലേക്ക് കയറുന്നതിന് മുമ്പ് നമുക്ക് അഡീഷണൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് നമുക്ക് എക്സിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ അത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ല. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ മുകളിലത്തെ ലൈനാണ്. സെൽ സൈഡിലും അതുപോലെ ബൈ സൈഡിലും ഇത് നേരെ തിരിച്ച് താഴത്തെ ലൈനാവും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ നമ്മൾ ഈ ഒരു എക്സിറ്റ് സിഗ്നൽ നമ്മൾ എങ്ങനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി. അപ്പോൾ ട്രെൻഡ് കഴിഞ്ഞിട്ടും ആ ട്രെൻഡ് കഴിഞ്ഞ് പിന്നെ റിവൈസ് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ ഒരു ട്രെൻഡ് ലൈൻ കടന്ന് മുകളിലേക്ക് പോകുന്നത്. ആ ഒരു സിഗ്നൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് എക്സിറ്റ് ആവുകയും വേണം. ആ ഒരു എക്സിറ്റ് സ്ട്രാറ്റജിയാണ് നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കുന്നത് കൊണ്ട് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിൽ നമുക്ക് മനസ്സിലാക്കുന്ന. ഫോർ എക്സാമ്പിൾ നമ്മൾ ട്രെൻഡ് ലൈൻ വരയ്ക്കാതെയാണ് ഇതെല്ലാം മനസ്സിലാക്കുന്ന ഈ ഒരു ചാർട്ടിലേക്ക് നോക്കുന്നു എന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങളൊന്നും നമുക്ക് വളരെ പെട്ടെന്ന് അറിയാൻ പറ്റില്ല. ആൾറെഡി മൂവ്മെൻറ്റ് നടന്നതിന് ശേഷം ഒരുപാട് വൈകിയായിരിക്കും നമ്മൾ അറിയുന്നത്. അപ്പം വളരെ വേഗത്തിൽ നിന്ന് മാർക്കറ്റിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാൻ ഈ ഒരു ട്രെൻഡ് ലൈൻ ഗുണം ചെയ്യും. അതിലും റെങ്കോ ചാർട്ട് കുറേ കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് നോയ്സിനെ ക്യാൻസൽ ഔട്ട് ചെയ്യാനായിട്ട് നമുക്ക് റെങ്കോ ചാർട്ട് സഹായിക്കും. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ചാർട്ട് ആയിരിക്കില്ല നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് നോക്കിയാൽ കാണുന്നത്, അല്ലെങ്കിൽ ലൈൻ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത്. ലൈൻ ചാർട്ടിനും കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്, ഞാൻ അത് അടുത്ത വീഡിയോകളിൽ പറയാം. അത് റെങ്കോ ചാർട്ട് ആകുമ്പോൾ ആ ഒരു നോയ്സ് ക്യാൻസൽ ഔട്ട് ചെയ്തിട്ട് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള പിക്ചർ കിട്ടാനായിട്ട് സഹായിക്കും. ഇപ്പോൾ ഇത് അതുപോലെ തന്നെ വേറൊരു ചാർട്ടാണ്. ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെസിസ്റ്റൻസ് സോണ് നമുക്കറിയാം. ഒരു പ്രൈസ് പൊസിഷനിൽ എത്തുമ്പോഴത്തേക്കും കണ്ടിന്യൂസ്ലി താഴേക്ക് ബാക്ക് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. ആ ഒരു സോണാണ് ഈ യെല്ലോ ലൈനിൽ സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ ഇട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ക്യാൻഡിൽ വന്നപ്പോഴത്തേക്കും ആ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ പോയി ബ്രേക്ക് ഔട്ട് വന്നു.
ഈ ഒരു ലെവൽ എത്തിയപ്പോഴത്തേക്കും ഇത് റീട്രേസ്മെൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനർത്ഥം ഇതൊരു അപ് ട്രെൻഡ് തുടങ്ങി എന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു രണ്ട് ഇത് വെച്ചിട്ട് ഒരു രണ്ട് ക്യാൻഡിൽ ഒരു റീട്രേസ്മെൻറ്റ് ലെവൽ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ട്രെൻഡ് ലൈൻ ഫോം ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിനനുസരിച്ച് എൻട്രി എക്സിറ്റുകളും ചെയ്യാവുന്നതാണ്. ഞാനൊരു വേറൊരു എക്സാമ്പിളൂടെ പറഞ്ഞതേ ഉള്ളൂ. ഇതിലും സെയിം തന്നെയാണ്. ഓപ്പോസിറ്റ് നമ്മൾ നേരത്തെ സെല്ലാണ് നോക്കിയത്, ഇതിപ്പോൾ ബൈ ആണ് പറയുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ എൻട്രി ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഒരു സപ്പോർട്ട് സോണിന് തൊട്ട് താഴെയായിട്ട് വയ്ക്കാൻ പറ്റും സ്റ്റോപ്പ് ലോസ്. അതുപോലെ തന്നെ പ്രൈസ് ഇവിടെ എത്തിയിട്ട് ഇവിടെ എത്തുമ്പോഴത്തേക്കും നമ്മളെ സ്റ്റോപ്പ് ലോസ് ഇവിടെ തന്നെ ആയിരിക്കും. പിന്നെ മുകളിലേക്ക് പോകാൻ തുടങ്ങും, നമുക്ക് ഈ സ്റ്റോപ്പ് ലോസ് ഇവിടെ നിന്ന് മാറ്റിയിട്ട് ഇവിടെ വയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ റിസ്ക് കുറഞ്ഞിരിക്കും. മാത്രമല്ല ഇവിടെയാണ് നമ്മൾ എൻട്രി ചെയ്തത്, ഇവിടെയാണ് സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കുന്നത്. ഓൾറെഡി നമുക്ക് പ്രോഫിറ്റ് ആയിരിക്കും. അഥവാ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്താലും നമുക്ക് ഇവിടെ എത്തുമ്പോൾ വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യാനും കഴിയും, സിമ്പിളായിരിക്കും. അപ്പം ഇതാണ് ട്രെൻഡ് ലൈനിൻ്റെ ഗുണം. അതായത് ട്രെൻഡ് ലൈന് നമ്മൾ ട്രേഡിങ്ങിൽ എങ്ങനെയൊക്കെ സഹായിക്കുന്നു എന്നുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ആപ്ലിക്കേഷൻ ബേസിലാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി നമുക്ക് ട്രെൻഡ് ലൈൻ എങ്ങനെ വരയ്ക്കും, ഒരു പ്രാക്ടിക്കലി എങ്ങനെ വരയ്ക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മൾ കൈകൊണ്ടാണ് വരച്ചത്. അപ്പോൾ അത് നമ്മുടെ ട്രേഡിംഗ് സിസ്റ്റത്തിൽ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. മിക്കവാറുള്ള എല്ലാ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബ്രോക്കർമാരെ തരുന്ന ചാർട്ടിംഗ് ടൂളിലും ട്രെൻഡ് ലൈൻ പോലത്തുള്ള അഡ്വാൻസ്ഡ് കാര്യങ്ങൾ വരയ്ക്കാനുള്ള ഫെസിലിറ്റീസും ഉണ്ട്. അതിപ്പോൾ ഫുൾ സർവീസ് ബ്രോക്കർ ആയിരുന്നാലും ഡിസ്കൗണ്ട് ബ്രോക്കർ ആയിരുന്നാലും ഒക്കെ ഉണ്ട്. ഞാനിപ്പോൾ തൽക്കാലം എക്സാമ്പിളായിട്ട് പറയാൻ പോകുന്നത് ഇവിടെ സെറോദയിലാണ്. സെറോദയിൽ എങ്ങനെയാണ് നമ്മൾ ട്രെൻഡ് ലൈൻ വരയ്ക്കുന്നതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. ഇതാണ് സെറോദയുടെ ചാർട്ട്. ഞാനൊരു റെങ്കോ ചാർട്ട് നിഫ്റ്റി 50യുടെ എടുത്തിരിക്കുകയാണ്. ഇതിപ്പോൾ ഇന്നത്തെ ചാർട്ടാണ്. ഇന്നത്തെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ രണ്ട് പോർഷൻസ് വെച്ചിട്ടാണ്, നമുക്ക് കണ്ടാൽ അറിയാം. ഞാൻ ഈ ഒരു രണ്ട് പോർഷൻ, അതായത് ഈ ഒരു ഇതിപ്പോൾ ബ്രഷ് കിട്ടുന്നില്ല, ഈ ഒരു കണ്ടാലറിയാം നമുക്ക് ഈ ഒരു 8750-നും 8942-നും ആ ലെവലിൽ രണ്ട് ചേർത്ത് വെച്ചിട്ട് റീട്രേസ്മെൻറ്റ് ചേർത്ത് വെച്ചിട്ടാണ് ഞാൻ ട്രെൻഡ് ലൈൻ വരച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ട്രെൻഡ് ലൈൻ എങ്ങനെ ഡിലീറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഞാനിപ്പോൾ ആൾറെഡി ഒരെണ്ണം വരച്ചിട്ടിട്ടുണ്ട്. അവസാനം നമ്മൾ ഡിലീറ്റിംഗ് ചെയ്യാൻ നോക്കുന്നില്ല. ഫസ്റ്റ് നമുക്ക് ഡിലീറ്റിംഗ് എങ്ങനെ നോക്കി ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇത് സെറോദയുടെ മാത്രം കാര്യമാണ്. സെറോദ യൂസർക്ക് മാത്രം ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ എല്ലാ പ്ലാറ്റ്ഫോമിലും ഉണ്ടാവും. നമ്മൾ ഈ ഒരു ട്രെൻഡ് ലൈനിൽ ക്ലിക്ക് ചെയ്യാൻ പറ്റി ഇവിടെ ഡിലീറ്റ് ബട്ടൺ ഉണ്ടാവും. ജസ്റ്റ് ഡിലീറ്റ് ചെയ്യുക, തീർന്നു. അതുപോലെ ഇനിയിപ്പോൾ ട്രെൻഡ് ലൈൻ എങ്ങനെ വരയ്ക്കുമെന്ന് നോക്കാം. ട്രെൻഡ് ലൈൻ വരയ്ക്കാനായിട്ട് ഈ സെറ്റിങ്സ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്ക് ഇതിൽ ഡ്രോയിങ്ങിൻ്റെ ഒരു ടൂൾ ഉണ്ടാവും. ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് ലൈൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ നമ്മൾ പരീക്ഷിക്കാവുന്നതാണ്. ഇതിൽ ലൈൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമുക്ക് കളർ വേണമെങ്കിൽ ഇഷ്ടമുള്ളത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു പച്ച ആയിരിക്കട്ടെ. പച്ച വേണ്ട, പച്ച നമ്മൾ ഗ്രീൻ ക്യാൻഡിലുണ്ടല്ലോ, അപ്പോൾ ബ്ലാക്ക് ഇരിക്കട്ടെ. ഈ ഒരു ക്യാൻഡിൽ നമ്മൾ കളർ സെലക്ട് ചെയ്ത ശേഷം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ട്രെൻഡ് ലൈൻ എവിടെയാണ് തുടങ്ങുന്നത് അവിടെ വെച്ചിട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പുറത്ത് വെച്ചൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്കും ട്രെൻഡ് ലൈൻ ഒരു സൈഡ് ആക്റ്റീവ് ആയിട്ടുണ്ട്. എന്നിട്ട് അതിനെ നീട്ടി മറ്റേ സൈഡിൽ കൊണ്ടുപോയിട്ട് പുറത്ത് വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ട്രെൻഡ് ലൈൻ ആക്റ്റീവ് ആയിട്ടുണ്ടാവും. ഇത് വെച്ചിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടുത്തെ കാര്യം നമ്മൾ നേരത്തെ സ്റ്റഡി നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 9150 ലെവലിൽ ഇത് ബ്രേക്കൗട്ട് വന്നിട്ടുണ്ട്. ഒരു 1-2 ക്യാൻഡിൽ താഴേക്ക് ഫോം ആയിട്ടുണ്ട്. അതിനർത്ഥം ഇതിൻ്റെ അപ് ട്രെൻഡ് മാറിയിട്ട് ഇപ്പോൾ ഡൗൺ ട്രെൻഡ് ആയി എന്ന് ഉള്ള ഒരു സൂചനയാണ് ഇതിപ്പോൾ തരുന്നത്. എപ്പോഴും മോസ്റ്റ് റീസെൻ്റ് ആയിട്ടുള്ള ഒരു രണ്ട് റീട്രേസ്മെൻറ്റുകൾ ചേർത്ത് വെച്ചിട്ട് ഒരു ട്രെൻഡ് ലൈൻ ഫോം ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. 2 or 3 മിനിമം 2 ഒരു റീട്രേസ്മെൻറ്റ്. ഇതിലിപ്പോൾ 8750-ഉം 8942-ഉം ഉള്ളത്. അപ്പോൾ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള 2 റീട്രേസ്മെൻറ്റുകൾ ചേർത്ത് വെച്ചിട്ട് നമ്മൾ ട്രെൻഡ് ലൈൻ ഫോം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതിന് താഴേക്കുള്ള നോക്കേണ്ട ഏറ്റവും വലിയ ഇതിപ്പോൾ നമ്മളിവിടെ കണ്ടതുപോലെ തന്നെ. അപ്പം മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 9000 ഈ ഒരു അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുമായിരുന്നെന്നുണ്ടെങ്കിൽ ഈ 9050 വരെ വരാൻ പാടുള്ളായിരുന്നു പ്രൈസ്. അവിടെ വരെ വന്നിട്ട് ഇത് മുകളിൽ പോകണമായിരുന്നു ട്രെൻഡ് ലൈനിൽ. അങ്ങനെയാണെങ്കിൽ അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്താനെ. പക്ഷേ അവിടെ വന്നിട്ട് അത് ബ്രേക്കൗട്ട് ചെയ്ത് താഴേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനിയൊരു ട്രെൻഡ് ഡൗൺ ട്രെൻഡ് കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് താഴേക്ക് വന്ന ശേഷം ഇതുപോലെ ഒരു മൂവ്മെൻറ്റ് കുറച്ചൊന്ന് മുകളിലേക്ക് പോയിട്ട് താഴേക്ക് വരാൻ ശ്രമിക്കും. അത് ഈ ഒരു 9050 കടക്കുകയില്ല. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഒരു തിരിച്ചൊരു ട്രെൻഡ് ലൈൻ
ചെയ്ത് വരച്ചതിന് ശേഷം നമുക്ക് സെൽ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ്. അതിനനുസരിച്ച് സ്റ്റോപ്പ് ലോസും പ്ലേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ട്രെൻഡ് ലൈൻ ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ സർവോദയ മാത്രമേ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്. ഇതുപോലെ തന്നെയാണ് എല്ലാ പ്ലാറ്റ്ഫോമും ഉപയോഗിക്കുന്നത്. അപ്സ്റ്റോക്സിലായാലും മറ്റേതെങ്കിലും അതുപോലെ ജിയോജിത്തിലായാലും ഏതിലായാലും ഇതുപോലെ ഒരു നമുക്ക് ട്രെൻഡ് ലൈൻ ഉപയോഗിച്ചിട്ട് പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇത് ഗുണകരമായിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ വേറൊരു കാര്യമുള്ളത്, ഈ ഒരു ട്രെൻഡിനെ നമുക്ക് വോള്യൂം കൂടി ചേർത്ത് വെച്ചിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. അത് ആ ഒരു വോള്യൂം അനലൈസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ട്രെൻഡിന് വാലിഡിറ്റി ഉള്ളതാണോ അല്ലെങ്കിൽ ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നതാണോ അതോ ഫേക്ക് ട്രെൻഡാണോ എന്ന് മനസ്സിലാക്കാൻ ചില സമയങ്ങളിൽ നമുക്ക് ഫേക്കായിട്ടുള്ള ബ്രേക്കൗട്ടുകളും വരും. അപ്പോൾ ആ ഫേക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വോള്യൂം വെച്ചിട്ടാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ വോള്യൂം വെച്ചിട്ട് അത് എങ്ങനെ അനലൈസ് ചെയ്യുന്നതൊക്കെ ഉള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം. കാരണം ഇപ്പോൾ ആൾറെഡി വീഡിയോ ഒരുപാട് ലെങ്തി ആയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാം കൂടി ഒരു വീഡിയോയിൽ പറയാൻ പറ്റില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ അത് ഞാൻ പറയാം. മാത്രമല്ല ഒരുമിച്ച് മനസ്സിലാക്കിയാൽ മനസ്സിലാവുകയില്ല. നമ്മൾ കുറച്ചായിട്ട് സിപ്പ് ബൈ സിപ്പായിട്ട് വേണം നമ്മൾ ഇത് സ്റ്റോക്ക് മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യാൻ. അങ്ങനെ വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് ഞാൻ ചെറിയ പോർഷൻസ് വെച്ചിട്ട് വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷനായിട്ട് വീഡിയോ എത്തുന്നതായിരിക്കും. അപ്പോൾ ശരി.